ഈ കല്യാണം നടത്താൻ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ. നല്ല മരുമോളാണെന്ന് പറയിപ്പിക്കണം. അറിയാമേ. മരുമോ എവിടെ വന്നില്ലേ? പ്രസാദേട്ടൻ ഫ്രണ്ട്സിനോട് സംസാരിക്കാം. അമ്മ ഞാൻ നാളെ വിളിക്കാം. ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടും പ്രസാദേട്ടൻ എന്നെ വേണ്ടല്ലേ? വേറെ ഒരിക്കൽ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഒഴിവാക്കിയത്? ഇത്രയും നാളും ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൊണ്ട് നടന്നിട്ട് പ്രസാദേട്ടൻ എന്നെ എങ്ങനെ മറക്കാൻ പറ്റി? കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ കറിവേപ്പിലായല്ലേ. ഇപ്പൊ എന്നെ ബ്ലോക്കാക്കി കോണ്ടാക്ട് അവസാനിപ്പിച്ചു. എന്നാലും എനിക്ക് എന്നെ പ്രസാദേട്ടനെ മറക്കാൻ പറ്റൂല. മൃദുല കാത്തിരുന്ന് മടുത്തെന്ന് തോന്നുന്നു. എടാ ഇനി പഴയ പോലെ ചുറ്റിക്കളൊന്നും പാടില്ല. അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. അപ്പൊ ശരിടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ദേ ഇത് ആർക്കെടുക്കാനാണോ വെച്ചിരിക്കുന്നത്? ഓ മെയിൻ ഐറ്റം മറന്നോ? മോളെ നാളെ കാലത്ത് എണീക്കണേ. ആദ്യം നേരം വെളുക്കട്ടെ, എന്നിട്ടല്ലേ എണീക്കുന്നത്. അമ്മ പോയി കിടന്നോളാം. കെട്ടിക്കേറി വന്നില്ല, അതിനുമുമ്പ് അവന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? അമ്മ അങ്ങനൊന്നും പറയല്ലേ, അവരുടെ ആദ്യരാത്രിയല്ലേ. ഞാൻ ഇവരെ സന്തോഷം ഒന്നും കെടുത്താൻ വന്നതല്ല. ദേ ഒരു കാര്യം മാത്രം ഓർക്കണം, അമ്മ ഉണ്ടായതിനു ശേഷം ഇതെല്ലാം ഉണ്ടായുള്ളൂ എന്ന്. അത് നീ മറന്നുപോകും. ആ നിങ്ങളത് കാര്യമൊക്കെ ഉണ്ടാകും. നിങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഇരിക്കടോ. വേണ്ട, എന്നിട്ട് ഇരിക്കുവാ. തുടരുത്. എടോ എന്ത് പറ്റി? അമ്മ അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞാണോ? എടാ നിനക്കറിയില്ല അമ്മയുടെ സ്വഭാവം, നീ അത് മൈൻഡ് ആക്കണം. വാ ഇരിക്കും. തുടരുതല്ലേ പറഞ്ഞത്. അമ്മ ചുമ്മാ. ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടും പ്രസാദേട്ടൻ എന്നെ വേണ്ടല്ലേ? വേറെ ഒരിക്കൽ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഒഴിവാക്കിയത്? ഇത്രയും നാളും ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൊണ്ട് നടന്നിട്ട്. ഇത് ആരാന്ന് എനിക്ക് അറിയില്ല. മതി, നിർത്ത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? ഈ കല്യാണം നടത്താൻ എന്റെ അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ? അവരെങ്ങാനും ഇത് അറിഞ്ഞ. എന്റെ പൊന്നും മൃദു, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. ഇത് ആരോ നമ്പർ മാറി അയച്ചതാ. മതി നിങ്ങളുടെ അഭിനയം. എന്നെ പഠിച്ച് മതിയായില്ലല്ലേ നിങ്ങൾക്ക്? ഇതിനേക്കാൾ എന്നെ കൊന്നുകളാ. ഒന്ന് വിശ്വസിക്കടി, എന്റെ അമ്മ സത്യം. ഇത് വേറെ ആർക്കോ നമ്പർ മാറി അയച്ചതാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അത് നിങ്ങൾ ഇത്ര വൃത്തിയായിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ പറയും? എന്റെ ഈശ്വര, നീ എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്ക് കോളേജിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഞാൻ നിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. അതിനുശേഷം എനിക്ക് ഒരു അഫയർ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നീ അല്ലാതെ വേറൊരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഇല്ല. അത് അവളും പറഞ്ഞല്ലോ, എല്ലാം തീർത്ത് ബ്ലോക്ക് ആക്കിയ ശേഷമാണ് നിങ്ങൾ ഈ കല്യാണത്തിന് ഒരുങ്ങിയെന്ന്. അവളെ കൊണ്ടുള്ള ആവശ്യമുള്ള കഴിഞ്ഞപ്പോ നിങ്ങൾ അവളെ ഉപേക്ഷിച്ചല്ലേ? തൊട്ട് വീടുതല്ല ഞാൻ പറഞ്ഞത്. നീ വന്ന് കയറിക്കൊണ്ട് വച്ച് വിളമ്പണമായിരിക്കും. ഓ അവളെങ്ങനെ സിംഹാസനത്തിൽ ഇരുത്തേ? അവള് 150 പവൻ കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. മോള് കാലത്തെ എണീറ്റായിരുന്നോ? കുളിച്ചില്ലേ? ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ നടക്കും. ഇവിടെ പക്ഷെ അതൊന്നും പറ്റത്തില്ല. ഇവിടെ ചില ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്, അതുപോലെ നടക്കും കേട്ടോ. ഈ പറഞ്ഞ ചിട്ടകളും രീതികളൊക്കെ പാലിച്ച് തന്നെയാണോ അമ്മാമ്മയുടെ മോനെ വളർത്തിയത്? അതെന്താടി നീ അങ്ങനെ പറഞ്ഞ? എന്റെ മോൻ എന്താടി ഒരു കുഴപ്പം? നിനക്കേ സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമല്ല ഇത്, ഓർത്തോണം. ഇനി പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? വയസ്സാം കാലത്ത് എനിക്കൊരു കൂട്ടാവുമെന്നാ ഞാൻ കരുതിയത്. ഇനി എന്താവോന്ന് ആർക്കറിയാം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ പ്രായത്തിൽ എനിക്കുണ്ട് ഒരു അച്ഛനും അമ്മയും. അവരെ നോക്കാൻ എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വയസ്സാം കാലത്ത് പാരന്റ്സിനെ നോക്കണമെങ്കിലേ മക്കളെ അതുപോലെ വേണം വളർത്താൻ, അല്ലാതെ ഒരു പെണ്ണിന്റെ ജീവൻ തുലച്ചിട്ടാവരുത്. മോളിത് എന്തൊക്കെയായി പറയുന്നത്? ആരെ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? എനിക്കാണായിട്ടും പെണ്ണായിട്ടും അവൻ ഒരാളേ ഉള്ളൂ. അവനൊരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നും കുറച്ച് പൈസയുള്ള വീട്ടിലെ പെണ്ണായ അവന്റെ ജീവിതം മെച്ചപ്പെടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചതൊക്കെ സത്യം തന്നെ. അവന് നിന്നെ കണ്ടപ്പോ നീ മാത്രം മതിയെന്നായി. ഇനി അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ ഇഷ്ടം എന്താണ് അത് തന്നെയാണ് എന്റെ ഇഷ്ടം. നിങ്ങളപ്പോ എന്ത് ചെയ്താൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും അല്ലേ? നാളെ എന്നെ കളഞ്ഞിട്ട് എഴുതി വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൈ വിളിച്ചാൽ കേട്ടോ? എടി കഴിഞ്ഞില്ല. എന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയാത്ത കാര്യമാണെന്ന്. എനിക്ക് കുറച്ച് സമയമെങ്കിലും താ, ഞാൻ എന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാം. നിങ്ങൾ ഇനി എന്ത് പറയാനാ? എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ കടിച്ചു നിൽക്കുന്നത്. ഈ കല്യാണം എങ്ങനെ എന്റെ നടത്തിയെന്നറിയോ? ആ മനുഷ്യങ്ങനും അറിഞ്ഞ മോളെ
എന്താ ഇതൊക്കെ? നീ എന്തൊക്കെയായി പറയണേ? എന്താ ഇതൊക്കെ? ഇവിടെ ഇന്നലെ വന്ന് കയറിയല്ലേ ഉള്ളൂ. മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അച്ഛൻ വന്ന എന്തായാലും നന്നായി. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പ്രസാദ്, നീ മിണ്ടരുത്. ഇനിയും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നീ നോക്കണ്ട. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ, ഇന്നലെ ഏതോ ഒരു പെണ്ണ് നമ്പര് മാറി എനിക്ക് മെസ്സേജ് ഇട്ടു. അത് എനിക്ക് അറിയാത്ത കാര്യമാണെന്ന് ഞാൻ 100 തവണ ഇവിടെ ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അവൾ നമ്പർ മാറിയിട്ടോ? പ്രസാദിന്റെ പേര് എഴുതിയിട്ടാ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്പർ മാറിയിട്ടാണോ? ഇങ്ങടുത്തെ എല്ലാരും കേട്ടോ? ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടും പ്രസാദേട്ടൻ എന്നെ വേണ്ടല്ലേ? വേറെ ഒരുത്തി കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഒഴിവാക്കിയത്? എടാ മഹാഭാവി, നിന്റെ അച്ഛൻ നിന്നെ എങ്ങനെയാണോ വളർത്തിയത്? നിനക്ക് 6 മണിയിൽ കല്യാണം കഴിക്കാനുള്ള അനുവാദം തന്നല്ലേ ഞങ്ങള്? പിന്നെ എന്തിനാടാ ഈ കൊച്ചിന്റെ ജീവിതം കൂടെ നീ നശിപ്പിച്ച? എന്തിനാടാ? അമ്മ ഇതെനിക്ക് അറിയാത്ത സംഭവം. അമ്മ എന്നെ വിശ്വസിക്കണം. അമ്മയാണ് സത്യം. മോനെ, നീ എന്നോട് പറ. നിനക്ക് ഇവിടെ അത്രയും ഇഷ്ടമാണെന്ന്, പൊന്നും പണമൊന്നും വേണ്ട, ഇവിടെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം നടന്നത്. എന്താ നടന്നതെന്ന് നീ എന്നോട് പറ. അച്ഛൻ, ഞാൻ പറഞ്ഞില്ല, ഇത് സത്യത്തിൽ എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. നിങ്ങൾ ഇന്ന് ഒരു ദിവസമെങ്കിലും താ, എനിക്ക് ഈ സത്യം ഞാൻ പുറത്തോട്ട് വരാം. ഹലോ, എന്താണ് രാവിലെ തന്നെ ഇവിടെ ഒരു കലവില? എടാ പൊട്ട, നീ മാരേജ് ഒക്കെ കഴിഞ്ഞ് വലിയ കുടുംബസ്ഥനായി പോയല്ലോടാ. അല്ല, നിങ്ങളെപ്പോ എത്തി? എന്ത് പറയാനാടാ, ഇന്നലെ ഈ സമയത്ത് നിങ്ങൾക്ക് സർപ്രൈസ് തരേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ, ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി, വരാൻ പറ്റിയില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഇന്നലെ തന്നെ ചൂടോടെ ഒരു സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഹേ മൃദുല, ഇന്നലെ ഞാനൊരു കിഡ്കാച്ച് വോയിസ് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൈപ്പറ്റിയിട്ടില്ലേ? എടാ, അവളുമാര് വിളിച്ചോ? ഓ, വിളിച്ചളിയാ. വരാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട്. പിന്നെ അവളുമാർക്ക് വരാൻ പറ്റാത്ത സമയത്ത് തന്നെ കല്യാണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച തെറിയും. പിന്നെ അളിയാ, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പോയാലും പറന്നെത്തണം. നമ്മുടെ അനന്തൂട്ടനെ പോലെ. അതാണ് യഥാർത്ഥ സുഹൃത്ത്. എടാ, ശ്വേത വരുന്നുണ്ട് അടുത്ത മാസം. ഒരു കണക്കിന് നോക്കിയാൽ അവളുമാരില്ലാത്തത് കൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടതാണ് മോനെ. അല്ലാതെ കണ്ടല്ലോ, നല്ല കിടിലം പണിയെന്നെ അവര്. പണ്ട് എന്റെ കല്യാണത്തിന് ശ്വേതയ്ക്ക് ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞ് വിളിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് രാത്രി പെണ്ണിന്റെ കഴുത്തിൽ കിടന്നിരുന്ന 1.5 പവന്റെ മാല എടുത്തോണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടിയത്. അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പ്രാങ്കാണ്. അല്ലെ, ഇതൊക്കെ അല്ലേ ഒരു രസം. പ്രാങ്ക് ഇല്ല നമുക്ക് വല്ല പരിപാടിയുണ്ടോ? പ്രസാദേ, നിന്റെ ഫോണിന്റെ പാസ്വേഡ് ഒക്കെ ബ്രദർക്ക് അറിയാമോ? ഓ, അറിയളയാ. എടാ, നമ്മുടെ അറേഞ്ച് മാരേജ് ആണെങ്കിലും 6 മാസം ഞങ്ങൾ പ്രേമിച്ചതാ. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കാൻ ഒന്നുമില്ല. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചോ? ഒന്നും ഉണ്ടായിട്ടല്ല. അല്ല, ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് ഇൻസ്റ്റയുടെ പാസ്വേഡ് ചോദിച്ചപ്പോഴേ അവള് പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ലക്കിയ. ഹലോ. ആ ഇല്ല, മൃദുല റൂമില്ല. അവന്റെ ഫോണും അത് റൂമിലായിരിക്കും. അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഫോൺ കയ്യിലില്ല. ആ, നീ എന്തെങ്കിലും പരിപാടി തുടങ്ങിക്കോ. ഓക്കെ. ഫസ്റ്റ് നൈറ്റിന്റെ ആ ഒരു ഗാംഭീര്യം കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാ. എന്തായാലും ഈ കൊരങ്ങനായതുകൊണ്ട് അതൊന്നും ഏറ്റിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. ഹൗ വാസ് യുവർ ഫസ്റ്റ് നൈറ്റ്? നിങ്ങളാണല്ലേ ഈ പണി ഒപ്പിച്ചത്. ഇത്രയും നേരം ഞാൻ തീയിലാ നിന്നത്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ? എടാ, നമ്മളൊരു പ്രാങ്ക് തരാൻ വേണ്ടി ചുമ്മാ ഒരു രസത്തിന് മനുഷ്യനെ കൊല്ല ചെയ്തിട്ടാണ് ഈ ഫണ്ടുണ്ടാക്കുന്നത്. നിർത്ത്, മതി നിങ്ങളുടെ അഭിനയം. ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതാണല്ലേ? കൊള്ളാം, മതി. ഇനി പ്രസാദ് എന്റെ മുമ്പിൽ ചെറുതാവണ്ട. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം. ആർക്കും ഒരു ശല്യമാവില്ല. വാച്ചാ, ഒരു മിനിറ്റ്, ഇവിടുത്തെ സിറ്റുവേഷൻ ഏതാണ്ട് നമുക്ക് മനസ്സിലായി. നമുക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേക്ക്. എടാ, ജസ്റ്റ് ഒരു പ്രാങ്ക്, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ലടാ. സത്യം പറഞ്ഞാൽ ഇവരെ കൊണ്ട് ഇത് പ്ലാൻ ചെയ്യിച്ചതും ഇതൊക്കെ നടത്തിച്ചതൊക്കെ ഞാനാണ്. വേറൊന്നുമല്ല, കുറെ കാലം കഴിയുമ്പോൾ നമുക്കൊന്ന് ഓർത്ത് ചിരിക്കാനായിട്ടൊരു മെമ്മറി അത്രേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. മക്കളെ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി. ഇക്കാലത്തെ പിള്ളേർ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അതിന് പിന്നിലെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. ഇവരിപ്പോൾ ലൈഫ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം കേട്ട് ഇവൾ എന്തെങ്കിലും കടുകൈ ചെയ്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിലോ, ഇത്രയും സംശയിച്ച ഇവൻ ഉപേക്ഷിച്ചിരുന്നെങ്കിലോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. സോറി, ഞാൻ അറിയാതെ എന്തൊക്കെയോ. ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. എടാ, ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കും. നമുക്കിതിന് പ്രതികാരമാട്ടെ ഈ ശ്വേതയുടെ മാരേജിന് ഒരു പ്രാങ്ക് കൊടുത്താലോ? അളിയ, നമ്മൾ ഒരുപാട് പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളെ ജീവിതം വെച്ച് കളിക്കരുത്. ഇന്ന് എൻ്റെ കുടുംബം തകർന്നാലും ഇനി നമുക്ക് ഈ പ്രാങ്ക് പരിപാടി വേണ്ട. തമാശയ്ക്കും സന്തോഷത്തിനുമായി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തെയും മാനസികാവസ്ഥയെയും മോശമായി ബാധിച്ചേക്കാം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലും സുഹൃത്തുക്കൾക്കിടയിലും പ്രാങ്ക് ചെയ്യുന്നത് ഒരു ട്രെൻഡാണ്.
അനാവശ്യമായ ഇത്തരം ഇടപെടലുകൾ ദാമ്പത്യം തകരാനും എന്തിന് ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാനും കാരണമായേക്കാം. തമാശകൾ ചിരിപ്പിക്കാനുള്ളതാണ്, ചിന്തിപ്പിക്കാനുള്ളതുമാണ്. പക്ഷേ അതൊരിക്കലും ഒരാളുടെ ജീവിതം തകർക്കാനുള്ളതാകരുത്. നിങ്ങളുടെ തമാശ മറ്റൊരാളുടെ കണ്ണീരാകരുത്.